വാർത്ത വരുന്നത് പത്തനംതിട്ടയിൽ നിന്ന്. പത്തനംതിട്ട കോന്നി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എസ് ശശീന്ദ്രകുമാറിന്റെ സസ്പെൻഷൻ സർക്കാർ നയത്തിനും ഉത്തരവുകൾക്കും വിരുദ്ധമായി പ്രവർത്തിച്ചു എന്ന് കാട്ടിയാണ് നടപടി. പഞ്ചായത്തിന്റെ ലൈസൻസ് ഉള്ള 2 പേർ കാട്ടുപന്നിയെ വെടിവെച്ച് കൊന്നപ്പോൾ റേഞ്ച് ഓഫീസർ കേസെടുത്തിരുന്നു. ശ്രീരാജ് ബാബു വിവരങ്ങളുമായി നമുക്കിപ്പം പത്തനംതിട്ടയിൽ നിന്നുണ്ട്. ശ്രീരാജ്, വിവരങ്ങൾ എങ്ങനെയാണ് ശ്രീരാജ്? സേതു, അതായത് കോന്നിയിൽ പലതവണ മലയാലപ്പുഴ ഭാഗങ്ങളിൽ പലതവണ ഇത്തരത്തിൽ കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലുന്നു എന്ന തരത്തിലുള്ളൊരു പരാതി ഉന്നയിക്കപ്പെട്ടിരുന്നു. അത് ഈ വെടിവെക്കുന്ന ആളുകൾ അതിനുള്ള ലൈസൻസ് ഉള്ള ആളുകളല്ല എന്ന് നാട്ടുകാരും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റും അടക്കം പെട്ടിരുന്നതാണ്. വനംവകുപ്പിനടക്കം പരാതി നൽകിയിരുന്നതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ഷൂട്ടർമാർക്കെതിരെ വനംവകുപ്പ് കേസെടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. പക്ഷേ എന്നാൽ ലൈസൻസ് ഉള്ള ആളുകളാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ഷൂട്ടർമാരും പരാതി നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു ഈ കോന്നി റേഞ്ച് ഓഫീസറായ ശശീന്ദ്രകുമാറിനോട്. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ട് നൽകുകയോ അതിനൊരു മറുപടി നൽകുകയോ ചെയ്തില്ല എന്ന് അടക്കം ചൂണ്ടിക്കാട്ടിയാണ് നിലവിൽ സസ്പെൻഷൻ നടപടി നൽകിയിരിക്കുന്നത്. പഞ്ചായത്തിൻ്റെ ലൈസൻസ് ഉള്ള ആളുകളാണ് ഇത്തരത്തിൽ ഷൂട്ട് ചെയ്യാൻ എത്തിയിരുന്നതെന്നും എന്നാൽ അവർക്കെതിരെ കേസെടുത്തത് സർക്കാർ നയങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സസ്പെൻഷൻ നടപടി നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ കോന്നി മലയാലപ്പുഴ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പലതവണ ഇത്തരത്തിൽ കാട്ടുപന്നികളെ ഷൂട്ടർമാരെത്തി വെടിവെക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു, വെടിവെച്ച് കൊല്ലുന്ന ആ സ്ഥിതി ഉണ്ടായിരുന്നു. നാട്ടുകാരും അതുപോലെ തന്നെ കർഷകരും അടക്കം പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ അവരുടെ കൃഷിയിടത്തിൽ വന്ന് ഷൂട്ട് ചെയ്യണമെങ്കിൽ അവരുടെ അടക്കം അനുവാദം ആവശ്യമുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഈ കർഷകരോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഈ അതിൻ്റെ നിയമത്തിലൂടെയല്ല അല്ലെങ്കിൽ നിയമവിരുദ്ധമായാണ് ഇവർ ഷൂട്ട് ചെയ്യുന്നതെന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി നൽകിയിരുന്നത്. എന്നാൽ കേസെടുത്തപ്പോൾ ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സസ്പെൻഷൻ നടപടി നേരിടുകയും ചെയ്യുന്നു. സേതു. ഓക്കെ ശ്രീരാജ്, വ്യക്തമാണ്.